ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നേതാക്കന്മാരോട് ചോദിക്കുക, 2023 മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട്, എണ്ണം എത്തിയിട്ട് ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കലാണത്. കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതിലെന്താ മനുഷ്യരില്ല? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. നിൽക്ക് ഇടതും വലുതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് മറ്റ് 19 മണ്ഡലത്തിൽ, കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, ഈ പറയുന്ന 19,000 ചില്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്ക് ആര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും. ഇല്ല, ഞാൻ അത് ഇലക്ഷന്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കൂറ്റത്തോടെ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ 2 നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാനിപ്പോൾ പാർട്ടിയുടെയും കൂടെ സ്വത്താണ്. ഇല്ല, നിർമ്മലാ സീതാരാമൻജി വിളിച്ചിരുന്നു, പ്രധാനമന്ത്രി ഇപ്പോൾ വിളിക്കത്തില്ല, അത് നാളെ ഫൈനൽ. ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ്. എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതെവിടെ വരുമെന്ന് നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയത്തില്ല, അത് ഞാൻ നാളെ ഇന്ത്യയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കാം. പക്ഷേ ഇന്ന് ജാവ്ദേക്കർജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോകണം എന്ന് അറിയിച്ചിട്ട് പോയി. അദ്ദേഹം അറിയില്ല. ഞാൻ ഇലക്ഷന്റെ സമയത്തും പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഇടതും വലതുമില്ല, എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല, എൻ്റെ കൂടെ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ. എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല, വലത് വോട്ടേഴ്സ് ഇല്ല. അതാ പറഞ്ഞ. അപ്പൊ പറഞ്ഞോട്ടെ, ഞാൻ അദ്ദേഹത്തെ ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിന്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടനെന്ന് വിളിക്കില്ല. അദ്ദേഹത്തിനെ ശ്രീ കെ മുരളീധരനാണ്. അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേ നിങ്ങൾ പത്രക്കാരൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 3ാം സ്ഥാനത്തേക്ക് പോലും പോകില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞു 10ാമത്തെ സ്ഥാനത്തേക്ക് പറ്റോട്ടെ, അതിനെന്താ? ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത്, ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല. എനിക്ക് നന്നായിട്ടറിയാം, ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ 2 കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ല അത്. എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം. അവർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എന്താ സാധ്യമായി. താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും
800 ചില്ലുവാനം കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നു, ചോദ്യം കംപ്ലീറ്റ് ആയി. രക്തസാക്ഷികൾ. ചോദ്യം കംപ്ലീറ്റ് അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. 2 വാക്കുകൾ ചോദ്യം. ഒരു ഈ പറയുന്ന ഇത്രയും കാലം ഞാൻ എന്താണ് ഇടയ്ക്ക് കയറ്റി പറഞ്ഞത്? അല്ല, ഞാൻ ഇടയ്ക്ക് കയറ്റി പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങൾ അത് മുറിച്ചു ലൈവാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിൽ അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യം. അല്ല, അത് പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയുന്നു. കേരളത്തിൽ പരിചയം എന്നാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴല്ല. ആ പരിചയം 19-ലില്ലായിരുന്നു, 21-ലില്ലായിരുന്നു. അന്ന് ഞാൻ MP അല്ലേ. ആ പരിചയം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു ഒരു ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ 5 വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ 5 വർഷം ശ്രമിക്കുന്നു. ഇനി അങ്ങോട്ട് തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഞാൻ അത് തലയിൽ വെക്കും. ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത്, അതേ ഡെസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിൽ ഞാൻ എൻ്റെ തലയിലെടുത്ത് വെക്കും. നെറ്റിപ്പട്ടം കെട്ടി കിരീടത്തേക്ക് ഞാൻ കൊണ്ടു നടക്കും. 5 കൊല്ലത്തെ പ്ലാനിൽ ഒരു 10 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി. 3 മോഡ്യൂൾ എനിക്ക് അടുത്ത 5 വർഷം ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല. ഒരു മറുപടിയും അവരൊക്കെ എന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും. സമയം കിട്ടുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഒരു ഉന്നയിച്ചത്. ഞാൻ എൻ്റെ നേതാക്കളോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട്, അശ്വിനി വൈഷ്ണവ് ജിയോട് പറഞ്ഞിട്ടുണ്ട്, അനുരാഗ് ഠാക്കൂർ ജിയോട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ അല്ല, കൈരളിയാണോ? അപ്പോ അല്ല, ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ ഞാൻ വേണ്ടത്. ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. എനിക്ക് കലയെന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ആ പാഷൻ വന്നില്ല. എനിക്ക് പാട്ട്, സിനിമ അഭിനയം, എനിക്കിനിയും നാഷണൽ അവാർഡ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ്. ഉറപ്പായിട്ടും കിട്ടും. ഞാൻ MP ആയിരിക്കുന്ന ആ സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ല. ചെയ്യും, അത്രയും പണിയെടുക്കണം. അതെടുക്കുന്നു. എന്നാൽ ബൂത്ത് തലത്തിൽ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുപടിക്കും. അവരിനി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് 3 മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും. തൃശ്ശൂർ പ്രചരണം തുടങ്ങിയപ്പോൾ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ചേട്ടൻ പ്രവർത്തകരോട് ചൂടാകുന്ന ഒരു വീഡിയോ ആണ്. ആ സമയത്ത് എനിക്കറിയത്തില്ല, അന്ന് അവിടെ വന്ന് അന്ന് അവിടെ ഒരു കുട്ടിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുക. എന്നിട്ട് അവിടെ വന്ന എണ്ണ എത്രയാണ്? അതിൽ എത്ര പേർക്ക് ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ വന്ന് ഇഡ്ഡലി കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത്, ഇവിടെ 27 വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ, ചേർത്തിട്ടില്ല എന്നോട്. ഇപ്പോഴേ ഞാൻ ചൂടാവും, ഇനിയും ഞാൻ ദേഷ്യപ്പെടും. അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത്. എൻ്റെ ഇതേ പ്രവർത്തകർ പറയട്ടെ, അവർക്ക് വിഷമമുണ്ടെന്ന്. അവരെ നിർത്തിപ്പരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു. കളഞ്ഞിട്ട് പൊയ്ക്കോളാനാണ് പറഞ്ഞത്.
മുകേഷ് പരാജയപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത്. സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിന്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. മനോമാറ്റത്തിന്റെ വിലയിരുത്തൽ ആണ്. അതാ ഞാൻ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പിടിക്കുന്നുണ്ട്. അവർ ആ കുട മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം. എന്തായാലും ഞാൻ എൻ്റെ പാർട്ടി തീരുമാനത്തെ നിന്ദിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല. ഇടയ്ക്ക് സുരേഷേട്ടന് ഒരു വിഷമം ഉണ്ടായിരുന്നു. മാധ്യമവേട്ട അങ്ങനൊരു കേസൊക്കെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് മാറിയോ? അതൊന്നും ഒരിക്കലും മാറില്ല. നിങ്ങളെന്നെ പട്ടിടെ കൊണ്ട് കത്തിച്ചാലും കാണുന്നത് അവിടെ ചതിയായിരുന്നു. മനുഷ്യനെ നിൽക്കാത്ത ചതിയായിരുന്നു. ഏത് ഘടകമാണ് താങ്കൾക്ക് അനുകൂലമായ രാഷ്ട്രീയമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കി. കരുവന്നൂരല്ല ഞാൻ ആദ്യം പോയത്, മാവേലിക്കരയാണ്. ആ മാവേലിക്കരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട്. ഞാൻ സാഹിബ് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. അത് സെപ്റ്റംബറിലാണ്, 2021 സെപ്റ്റംബർ. ഇത് 2023 അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡാണിത്. ഇറ്റ്സ് എ ക്രൂസൈഡ്. അതിനിയും തുടങ്ങും. പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു. അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല, കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. പാവപ്പെട്ടവരുടെ പണമാണത്. അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എന്തെങ്കിലും ഒന്നും പണമില്ല, അംബാനിയുടെ അദാനിയുടെ ഇല്ല. വേർപല്ലൊഴിക്കത് ചോരയൊഴിക്കിയ ജനങ്ങളുടെ പണമാണത്. അതിന് അക്കൗണ്ടബിലിറ്റി വേണം. അത് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വികാരമാണോ? തൃശ്ശൂർ പൂരം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകില്ല. ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. ടിവിയിലിരുന്ന് കാണും. ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിന്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും. അപ്പൊ ആ തിടം ഈ ഹൃദയത്തിലും കൂടാണ് കയറുന്നത്. അല്ല, അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ് വിഷമത്തിലാക്കുന്നില്ല. അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചിലപ്പോൾ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് ഒരു കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം. ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ല. ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. എന്നോട് കളക്ടർ പറഞ്ഞത്, പ്ലീസ് സർ, ഡോണ്ട് കം ടു മീ, ദി ഇലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവൻറ്റ്, യു കനോട്ട് കം അപ്പ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ് ദേവസ്വത്തിൽ പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത്, കളക്ടറും കമ്മീഷണറും ഒക്കെ. പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു, അവിടെ ചെല്ലാൻ പാടില്ല എന്ന്. ചേട്ടാ എങ്ങനെയെങ്കിലും അവരെ നിലയ്ക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്നാൽ അതിനെന്നെ അവർ തന്നെ അവഗണിച്ചു. ദൈവമുണ്ട് സാർ, ദൈവമുണ്ട്. നാട്ടുകാർക്കറിയാത്ത വ്യക്തിപരമായിട്ട് ഒരുപാട് കാലം ആഗ്രഹിച്ചതായിരിക്കും ഇന്നത്തെ ദിവസം തെറ്റിട്ടില്ല. ഞാൻ രാത്രി കിടന്നുറങ്ങിയാലും പറന്ന് തട്ടുമ്പുറത്തൊക്കെ തട്ടിട്ട് വീഴുമെന്നാ തോന്നുന്നു. സന്തോഷത്തിന്റെ പരകൂടിയാണ്. എന്താ ഒരു വികാരം? പറഞ്ഞത് സക്സസ് വരുന്ന സന്തോഷമുണ്ടാകും, അത് ഉതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാകും. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു എക്സ്റ്റസി ആയിട്ടാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.